ആഹാ, പീഡനം, കൊലപാതകം രാജസ്ഥാനിൽ, ബീഹാറിൽ. എന്താ സ്കീം? കൊള്ളാലോ. അയ്യോ, ഇതൊക്കെ നടന്ന എന്താ നോർത്തിലല്ലേ, കേരളത്തിലല്ലോ. ഇതല്ലേ ഇന്ത്യയിലാണ്. ഹലോ ഹലോ ഹായ്, ഞാന് കാസിയാണ്. ഇന്ന് അത്ര സന്തോഷത്തിലല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ പേര് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഇന്ത്യയില് ശ്രീനഗറില് ഒരു 13 വയസ്സുള്ള കുട്ടിയെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി കാത്തു നിന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ രാംബാബു എന്ന നല്ലവനായ ഒരു പരനാറി മനുഷ്യൻ ഓഫ് കോഴ്സ് ഈ റിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി. പക്ഷെ ആള് കൊണ്ടുപോയത് വേറൊരു ഹോട്ടലിലേക്കാണ്. അവിടെ ഒരു കച്ചവടമാണ് നടന്നത്. കാരണം ആ ഹോട്ടൽ മുതലാളിക്ക് ഇയാള് ഈ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച 13 വയസ്സുകാരിനെ വിറ്റ് കഴിഞ്ഞിട്ട് ഒരു 3-4 ഹോട്ടല് അവര് മാറി. ഇത്രയും ഹോട്ടലുകാർക്ക് അവര് കൈമാറി പെൺകുട്ടീനെ. ഓൾമോസ്റ്റ് എന്റെ അറിവിൽ പറയണെങ്കിൽ 30 മുകളിൽ ആൾക്കാര് ആ കുട്ടിയുടെ മേല് കാമം തീർത്ത്. ആലോചിക്കണം, 30 മേലെ ആൾക്കാര് 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരത്തിലാണ് കാമ വെറി തീർത്തത്. കാരണം അവര് കൊടുത്ത പൈസ വസൂലാക്കാൻ അവര് മേടിച്ചല്ലോ കുട്ടിയെ എന്ന് കരുതി മാക്സിമം അതിന് യൂസ് ചെയ്തു. വീട്ടുകാരെ പരാതി പോലീസിലെത്തി. പോലീസ് അന്വേഷണം നടത്തി. ലാസ്റ്റ് ഹോട്ടലിൽ നിന്ന് റെയ്ഡ് ചെയ്തു. ഈ കുട്ടീനെ കിട്ടി. മനുഷ്യ ശരീരം എന്ന് പറയാൻ ആ കുട്ടിയിൽ കുറച്ച് ശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കണം, ശ്വാസം മാത്രം 4 ദിവസം കെട്ടിയിട്ട് ലഹരി നൽകി പീഡിപ്പിച്ചു 13 വയസ്സുകാരി. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കുട്ടി ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് കരയുന്നതിന്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, പടച്ചോൻ ഈ കുട്ടി രക്ഷപ്പെടൂ. ഇപ്പൊ ഡൽഹി റേപ്പ് കേസൊക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടുത്തെ ആൾക്കാരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. ഇതില് ഈ 31 പേരിൽ അറസ്റ്റ് ചെയ്തത് 10 പേര് മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവരെ ചെയ്യാൻ പോകുന്ന നികുതി, ഇവരെ വക്കീലന്മാരിറങ്ങും. നികുതി പണം, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവർക്ക് മട്ടനും പോത്തും ബീഫും ചോറും ബിരിയാണി എല്ലാം കൊടുത്ത് അസലായിട്ട് തീറ്റി പോറ്റും. ശിക്ഷ ഇനി വിധിക്കണമെങ്കിൽ 5-6 വർഷം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആവും വിധിക്കുക. ജയിലിൽ കിടക്കട്ടെ, ജീവപര്യന്തം പറഞ്ഞാൽ അത്ര കൊല്ലങ്ങളൊന്നുമല്ല. എന്നാൽ തൂക്കിക്കൊല്ലം നടക്കണമെങ്കിൽ തൂക്കിക്കൊല്ലം വിധിച്ചു എന്ന് കരുതാം. ഇപ്പൊ ഇന്ത്യയിൽ എത്ര പേര് തൂക്കിക്കൊല്ലാൻ വെച്ചിട്ട് ജയിലിലുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാനത് പറഞ്ഞു വരുന്നത് കാരണം ഈ ശിക്ഷകൾ ഭയങ്കര കുറവാണ് നമ്മളുടെ നാട്ടില്. എന്റെ അറിവിൽ പറയണെങ്കിൽ സ്പോട്ടില്, അതായത് ഇത് തെളിഞ്ഞ വഴിക്ക് പുറത്തിറങ്ങി ഉടനെ തീർക്കണം. വേറെ അപ്പീൽ ഇവർക്ക് ഹൈക്കോർട്ട്, പിന്നെ സുപ്രീം കോർട്ട്, അത് കഴിഞ്ഞ രാഷ്ട്രപതി, അതിന് പോകാനുള്ള അവസരം ഉണ്ടാക്കരുത്. അങ്ങടാ തീർക്കുക. ഞാൻ ആ വകുപ്പിലുള്ളതാണ്. കാരണം 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, 13 വയസ്സ്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ട്. അവള് എന്നോട് പറഞ്ഞു, കാരണം അവൾക്ക് ഒരു മോളുണ്ട്, എന്തിനാണ് ഈ വ്യക്തികളൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്, കൊല്ലണ്ടേന്ന്, ജനങ്ങൾ തീർക്കണ്ടേന്ന്. കാരണം ഇപ്പോ ഇത് ഇവിടെ നടക്കുന്നത് രാജസ്ഥാനിലാണ്. കുഴപ്പമില്ല, രാജസ്ഥാനിലല്ലേ. അടുത്ത പീഡനം ബീഹാറിലാണ്. ബീഹാറിലല്ലേ, കുഴപ്പമില്ല. കേരളത്തിലും നടന്നിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാതെ പോയതാവും. പക്ഷെ കേരളത്തിലും കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ബ്യൂറോന്റെ ഒരു റിവ്യൂ നോക്കുകയാണെങ്കിൽ പെർ ഹവർ ഒരു റേപ്പ് കേസ് നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മളെ നാട് എന്ന് പറയുമ്പോൾ രാജസ്ഥാനും ഗുജറാത്തും ചെന്നൈയും ഒന്നും പിടിക്കണ്ട, ഇന്ത്യയില് ഇതൊക്കെ നടക്കണ ഇന്ത്യയിലാണ്. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ കുട്ടി ഞാനിത് ഈ വീഡിയോ കണ്ടപ്പോ, കാരണം കുട്ടി കരയാണ്. ഞാൻ വിചാരിച്ചു ഇതിന് രക്ഷപ്പെട്ടു വന്നാലും ഇവളെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുത്. ആ കുട്ടി എങ്ങനെ ജീവിക്കുക? കാരണം സമൂഹത്തിന് മുന്നിൽ വേറൊരു പേരിൽ ജീവിക്കേണ്ടി വരും. ഇനി ചിലപ്പോൾ ജീവിച്ചാലും ശരി,
അതിനെങ്ങനെ സമൂഹത്തിന് ഫേസ് ചെയ്യാൻ പറ്റും? അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും ചേട്ടനാണെങ്കിലും അവൾക്ക് എല്ലാവർക്കും ഈ 31 പേരില് പീഡിപ്പിച്ച 31 പേരില് നമ്മളെല്ലാരും പെടുത്തും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, 31 പേരല്ല. നമ്മളും ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ആണുങ്ങളിൽ പെടുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പൊ ഇതിൽ നമുക്കും ഇതാണ്, നമ്മൾ മറുപടി പറഞ്ഞേ പറ്റൂ. ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ സുരക്ഷ എവിടേക്കാന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ മറുപടി നമ്മൾ കൊടുക്കണം. ഇതെന്ത് പറ്റിയ കുട്ടികൾക്ക്? ഇപ്പോഴൊക്കെയാണ് ഫോർ ദ പീപ്പിൾ മൂവി, യു നോ ദാറ്റ് പണ്ടിറങ്ങിയ അതൊക്കെ ഇപ്പൊ ഇറങ്ങണം. ഇപ്പൊ ഇറങ്ങി ഇവര് തീർത്ത് കളയണം എന്നൊക്കെ മനസ്സാലെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രിയ കൂട്ടുകാരി ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യമാണത്. ഞാൻ ഈ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ ഇനി കോടതിയിൽ പോയ ഭാഗ്യം. കാരണം പോലീസുകാർ ഇതെങ്ങനെയാണ് കേസ് അന്വേഷിക്കുക? കാരണം കാശുള്ളവരായി. കാരണം ഇവരൊക്കെ ഈ 4 ഹോട്ടലിൽ മാറി മാറി പീഡിപ്പിച്ചാൽ ഈ 4 ഹോട്ടൽ മുതലാളിമാർ ഒടുക്കത്തെ പൈസ ഉള്ളവരാണ്. അവര് രാഷ്ട്രീയമായി നല്ല പിടിപാടുള്ള ടീമായിരിക്കും. ഞാൻ ആലോചിക്കണേ, ഈ രാം ബാബു ഈ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ട് വിറ്റല്ലോ. ഇവൻ വിൽക്കുന്ന സമയത്ത് ഇവന്റെ വീട്ടിലും അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. ഇവൻ അതൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ 30 മുകളിലെ ആൾക്കാർ ഈ കുട്ടിയുടെ മുകളിൽ കാമം തീർക്കുമ്പോ ഇയാള് ചിന്തിക്കാത്തത് എന്താ? ഇവരൊന്നും എന്റെ വീട്ടിൽ അമ്മയുണ്ട്, എനിക്ക് മോളുണ്ട് എന്നൊരു ചിന്ത വരുന്നില്ല ഇവർക്ക്. നമ്മളെല്ലാവരും ചിന്തിക്കണം, നമ്മളെ നാടിന്റെ അവസ്ഥ അത് എവിടേക്കാണ് പോകുന്നത്, നമ്മളുടെ കുട്ടികൾക്കും സ്ത്രീജനങ്ങൾക്കും എന്തുമാത്രം സുരക്ഷ ഉണ്ടെന്ന്. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു ന്യൂസിൽ പറയണ വീട്ടില് ഇന്നാളൊരു ന്യൂസ് വന്നതാണ്, വീട്ടില് അടുക്കള പണി ചെയ്യിച്ചു, ആണുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കുട്ടി അധികം ന്യൂസും കാര്യങ്ങളും ഒന്നും ഇത് ഏറ്റെടുത്തിട്ടില്ല. ഒരുവിധ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ഷെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ ഈ കുട്ടിക്ക് വേണ്ടി വേറൊരാളും വീഡിയോ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. പ്രമുഖന്മാരൊക്കെ ഉറക്കത്തിലാണ്. വേറെ എന്ത് കേസിനാണെങ്കിലും അവരെല്ലാവരും ശ്രമിച്ച് മാക്സിമം ഇറങ്ങാറുണ്ട്. ചെറിയൊരു പ്രശ്നം മതി. പക്ഷെ ഇതില് ഈ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന പൊതുമാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല. അത് പൈസ കൊണ്ട്, പൈസയുടെ പവറായിരിക്കാം, രാഷ്ട്രീയപരമായ പവറായിരിക്കാം. കാരണം സംസാരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, വായ അടയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ മാധ്യമവും പണപ്രശസ്തിയിലും ആൾക്കാർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ 13 വയസ്സുകാരി ശ്രീനഗറില് രാജസ്ഥാനില് പീഡിപ്പിക്കപ്പെട്ടു. 30 മുകളിലെ ആൾക്കാര് പീഡിപ്പിച്ച് കാമം തീർത്തു. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന കുട്ടികളെ ഇന്ന് പുറത്തു പോകുമ്പോ സ്കൂളിലേക്ക് ടാറ്റ കൊടുത്ത് പറഞ്ഞേക്കുന്ന പൊന്നുമോള് ഈവനിങ് തിരിച്ച് വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ആ വീട്ടിലെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഏട്ടനാണെങ്കിലും അവരുടെ മനസ്സിൽ നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യാം. ഇനിയിപ്പോ നാളെ ഇന്നാള് അന്നൊരു ദിവസം കൊച്ചിയില് ഒരു 5 വയസ്സുകാരി ബാലികയുടെ മേലെ കാമം തീർത്ത് കൊന്ന് ചതുപ്പിലല്ല ചവർക്കൂനയുടെ ഇടയിലിട്ടതൊരു ബംഗാളി സഹോദരനാണ്. സോറി, ഇതര സഹോദരൻ, ഇപ്പൊ അങ്ങനെയൊക്കെ അല്ലേ പറയുക നമ്മള്. അങ്ങനത്തെ ഒരാളാണ്. ഇപ്പൊ ഇത് നടക്കുന്നത് നോർത്തില്, രാജസ്ഥാനില്, ബീഹാറില് കഴിഞ്ഞ ദിവസം നടന്നുട്ടാ. പക്ഷെ അത് പോലീസ് വെടിവെച്ച് കൊന്നു. പോലീസിനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. വെടിവെച്ച് കൊന്നു. ആക്ച്വലി അതന്നല്ലേ ചെയ്യേണ്ടത്, വെടിവെച്ച് കൊല്ലല്ലേ വേണ്ടത്. ഇമാതിരി നായിന്റെ മക്കൾ എന്തിനാണ് നമ്മളുടെ നികുതി പണം കൊടുത്ത് ജയിലിൽ തീറ്റിപ്പോറ്റാൻ വിടുന്നത് എന്തിന്? കാരണം ഇപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ കണ്ടു. കാരണം ഈ 10 പേരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തല്ലോ. ഇവരെ അറസ്റ്റ് ചെയ്ത് അവരെ പിടിച്ച് കെട്ടി കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ പെരുമാറിയിട്ടാണ് വിടുന്നത്. പക്ഷെ ആ അച്ഛൻ്റെ അമ്മയുടെയും സങ്കടം നമ്മൾ അറിയണം. അവർക്ക് ഇത് മനസ്സിൽ കാണാനും പറ്റില്ല. എൻ്റെ പൊന്നു മോളി ഇനിയൊരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള സത്യത്തിൽ അവർ ജീവിച്ചേ പറ്റൂ. ഇനിയിപ്പോ നമ്മളുടെ നിയമസംഹിത, കാരണം കുറ്റവാളികൾക്ക് ഇത്രയധികം സെക്യൂരിറ്റി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു നിയമമാണ് നമ്മളെ നാട്ടിലുള്ളത്. ഈ സമയത്തൊക്കെയാണ് ഞാൻ അറബ് നാട്ടിലുള്ള നിയമത്തിനെതിരെ തല വെട്ടിക്കൊല്ലുക, കൈ വെട്ടുക, വെട്ടുക, ആ നിയമങ്ങൾ മനസ്സാലെ ഞാൻ ആഗ്രഹിക്കും. നമ്മളെ നാട്ടിൽ അത് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെ കുറെ ന്യൂസുകൾ കാണുമ്പോഴാണ്. കാരണം നിങ്ങൾ തന്നെ നോക്ക്, യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഓരോ മണിക്കൂറിൽ നിങ്ങൾക്ക് ഓരോ പീഡന വാർത്തകൾ കാണാം. പണക്കാരായിരിക്കാം, രാഷ്ട്രീയമായിട്ട് നല്ല
എയിമിൽ നിൽക്കുന്ന വലിയ ആൾക്കാരായിരിക്കാം. ഈ കേസ് എത്രത്തോളം പോവും, ഇനി ഹൈക്കോടതി, സുപ്രീം കോടതി, കാരണം പെർ അവർ സിറ്റിങ്ങിന്റെ ലക്ഷങ്ങൾ മേടിക്കുന്ന വക്കീലന്മാർ, കോടികൾ മേടിക്കുന്ന വക്കീലന്മാർ പൈസ ഉള്ളവർക്ക് വേണ്ടിയാവും. കാരണം ഈ കുട്ടിയെ കൈമാറിയ 3-4 ഹോട്ടലുകാരും മുതലാളിമാരും ഒടുക്കത്തെ കാശുകാരാണ്. ഇപ്പോ ഈ കുട്ടീനെ ഫസ്റ്റ് കൈമാറിയത്, അറസ്റ്റ് ചെയ്തതില് റാംബാബു ഓട്ട മുതലാളി, ഞാൻ ആ പേര് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളവർ പറയുന്നില്ല. റാംബാബു, ആ ഹോട്ടലിന്റെ ഓണർ ഉണ്ട്, ഒരു ഹേമന്ത് സംതിങ്, പിന്നെ അവിടുത്തെ മാനേജര്, സ്റ്റാഫുകള് 31 പേര്, പിന്നെ പല ഹോട്ടലുകളായിട്ട് അവര്. ഈ കുട്ടി കിടക്കണ കാണുമ്പോ ഇവരെ മനസ്സിലൊന്നും തോന്നുന്നില്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മളെ വീട്ടിലും നാട്ടിലും, നമ്മുടെ നാട്ടിൽ കുട്ടികളുള്ളതാണ്. ഇപ്പൊ നമുക്ക് മക്കളുണ്ട്, നമ്മളെ കൂട്ടുകാർക്ക് കുട്ടികളുണ്ട്, നമ്മളെ കുടുംബത്തില് കുട്ടികളുണ്ട്. നാളെ ഒരു ദിവസം ഇവരെ കാണാതാവുമ്പോ നിങ്ങൾ അത് മാത്രമേ ചിന്തിക്കാറ്. ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോ അത് നിങ്ങളെ മുന്നിൽ ആ ഹോട്ടൽ റൂമിൽ നടക്കുന്ന പീഡനവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പോലീസിന് കിട്ടുമ്പോ ശ്വാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഹോസ്പിറ്റൽ റൂമിൽ കിടന്ന് കുട്ടി അലറി വിളിക്കുകയാണ്, കുറച്ച് അവധിയുള്ളൂ. അതിന് ഒച്ചയിടുമ്പോ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്ത് അറിയണ്ടേ? ആ പോലീസുകാരെ, കാക്കിയിട്ട പോലീസുകാർ വരെ ക്രൂരന്മാരാണെങ്കിലും ഈ കുട്ടി പറഞ്ഞ കേട്ട് കണ്ണീര് വന്നിണ്ടാവും. കാരണം ഈ ന്യൂസ് കണ്ട്, ഈ വീഡിയോ കാണുന്ന ഇപ്പോ എനിക്ക് കുറച്ച് ക്രൂവൽ മൈൻഡഡ് ആണ്, കുറച്ച് ഹാർഡാണ്, അത്ര വേഗം നലിയുന്നില്ല. പക്ഷെ കുട്ടികൾക്ക് വേണ്ടി കരയുന്ന ഒരു മനസ്സാണ് എനിക്കുള്ളത്. ചെറിയ കുട്ടികള് നമ്മളെ ഇപ്പോ സത്യം പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഫോർ ദ പീപ്പിൾ വീണ്ടും വന്നിട്ട് ആ സിനിമയിലെ മാതിരി ഓരോ കുറ്റങ്ങൾ ചെയ്യുന്നവരെ കയ്യും കാലും വെട്ടുന്ന കൂട്ടത്തില് ഫോർ ദ പീപ്പിളിന്റെ എണ്ണം കൂട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പോവും. സത്യം പറഞ്ഞ വാളെടുത്ത് വെട്ടുന്നത് ഞാനായിരിക്കും. ഞാൻ മാത്രമല്ല, നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആൺകുട്ടികൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നിയമം വന്നെങ്കിൽ വാളെടുത്ത് അവർക്ക് പണി തീർക്കാവുന്ന ഒരു നിയമം വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുകയാണെങ്കിൽ, ബീഹാറിൽ കൊല്ലപ്പെട്ട കുട്ടിക്കും രാജസ്ഥാനിൽ കൊല്ലപ്പെട്ട കുട്ടിക്കും പീഡനം, ഇനിയിപ്പോ ഓരോ മണിക്കൂറിൽ പീഡനം നടന്നിട്ട് മാതിരി പീഡനങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. അതിൽ ഓരോ കുട്ടിക്കും വേദനയോടെ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അവർക്ക് അച്ഛനോ അമ്മയില്ല, അച്ഛനും അമ്മേനും വിട്ടുപോയി, അച്ഛനും അമ്മയ്ക്ക് മോളില്ല, അല്ലെങ്കിൽ ഏട്ടന് പെങ്ങളില്ല എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഇനി ആരും പോവാതിരിക്കട്ടെ. ഞാനൊരു ആഗ്രഹം പറഞ്ഞു കേട്ടോ, പെൺകുട്ടികൾ ജനിക്കാതിരിക്കട്ടെ. കോപ്പ് ഇത് എന്താണ്? അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, പെൺകുട്ടികൾ എന്തിനാണ് ജനിക്കാണ്ടിരിക്കണം, നിങ്ങളെ ആണുങ്ങൾ നന്നായ പോരെന്ന്. അപ്പോഴും പറഞ്ഞ നിങ്ങളാണുങ്ങള്. അപ്പൊ നമ്മളെല്ലാരെയും ആ കൂട്ടത്തിൽ പെടുത്തിക്കുകയാണ്. ഒരു 10 പേരിൽ ഒരു 8 പേര് നന്നായാല് 2 പേര് തെണ്ടിയാലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇന്ന് ഈ വാർത്ത രാജസ്ഥാനിൽ നടന്ന വാർത്തയാണെങ്കിലും നിങ്ങൾ എല്ലാവരും അതൊന്നും മനസ്സിൽ വെക്കണം. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ നാട്ടിൽ നാളെ നടന്നുകൂടായികയില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ പൃഥ്വിരാജിന്റെ സിനിമയിൽ പറയില്ലേ, പീഡനം അത് നടന്നത് രാജസ്ഥാനിലല്ലേ, മറ്റേ പീഡനം അത് നടന്ന ബീഹാറിലല്ലേ? അവിടെയല്ല, ഇതെല്ലാം നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ നിയമം ഇവർ അത്രക്ക് സപ്പോർട്ടും കെയറിങ്ങും കൊടുക്കുന്നുണ്ട് എന്നൊരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡും പീഡനങ്ങളും ക്രൂരതകളും കൊലപാതകങ്ങളും കൂടി കൂടി വരാൻ കാരണം. അപ്പോ ഞാനിപ്പോ ഈ വീഡിയോ ആയിട്ട് വന്നത്, ഇങ്ങനെ ഒരു സംഭവം നടന്ന് കുറെ പേര് ശ്രദ്ധിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഇത് എന്താണ് സംഭവം എന്ന് അറിയില്ല. അതൊന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാന് വന്നത്. സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. ആ കുട്ടികളുടെ മുഖം മനസ്സിൽ നിന്ന് പോണില്ല. അതിന് ശാന്തി വരുത്തിട്ട് അച്ഛനമ്മയ്ക്കും ഇത് എന്താ പറയാ, നേരിടാനുള്ള ഒരു ശക്തി ആ മനസ്സിന് കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ ഇനിയൊന്നും ഇതിനെ ആവർത്തിക്കാതിരിക്കട്ടെ. ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ സന്തോഷമല്ല, മനുഷ്യന്റെ മനസ്സിൽ സങ്കടമാണുള്ളത്. ഇങ്ങനെ വന്നിരിക്കുമ്പോ നമുക്ക് ഫേസ് ചെയ്യുമ്പോ എന്നെ തന്നെയാണ് ഞാൻ കാണുന്നത്. ഇത് കാണുമ്പോ എനിക്ക് പുച്ഛാണ് തോന്നുന്നത്. എന്ത് നാറിയടാ നീയൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട് നടന്നോ?
നമ്മളിപ്പോ എന്താ ചെയ്യുക? നമ്മളെ നിയമം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുനടക്കുന്ന ക്രിമിനൽസിന്റെ ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന നമ്മുടെ അവസ്ഥ മാത്രമാണ് നിങ്ങളൊന്ന് ആലോചിക്കണം. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സങ്കടത്തിലാണ്. ബൈ.